കല കായിക മേഖലകളിലൊക്കെ ഉള്ളവർക്ക് നല്ല വിജയമുള്ളവരായിരിക്കും. സിനിമാ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. ഈ ബിസിനസ് പരമായിട്ട് നല്ല പുരോഗതിയുള്ള വർഷമാണ്. ഒന്നിലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് നേടിയെടുക്കാൻ സാധിക്കുന്ന, പുതിയ വീട്, വാഹനം, ആർഭാടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അതെ, വിഷു ഇങ്ങെത്തിയല്ലേ. അപ്പം നമുക്ക് മകരക്കൂറുകാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കാം. അപ്പം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വരെ വരുന്ന മകരക്കൂറുകാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിക്കളയാം. എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി വളരെ ദീർഘവീക്ഷണത്തോടെ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കുന്നവരാണ്. മനം മയക്കുന്ന സംസാര ശൈലിയും അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരുമായിരിക്കും ഈ കൂറിൽപ്പെട്ട അധികം ആൾക്കാർ. ഇപ്പോൾ ഒരു ചോദ്യം വരും, മറ്റു കൂറുകാർ സൗന്ദര്യം ഉണ്ടാവും കേട്ടോ. ഉണ്ട്, ഇല്ലെന്നല്ല, എടുത്തു പറഞ്ഞതാണ്. ഒരു പ്രത്യേകത ഇവരിലുണ്ടാവും. ആരെയും ആകർഷിക്കുന്ന സംസാര ശൈലിയും എല്ലാം ഇവർക്ക് സ്വന്തമാണ്. എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ചോദിച്ച് ആരും പരാതി പറയരുതേ. പൊതുവിൽ നല്ല വിജയങ്ങളും നേട്ടങ്ങളും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള നല്ല ബെറ്ററായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടിയൊക്കെ ആയിരിക്കും ഇവർ ഈ വർഷം കടന്നു പോകുക. ബിസിനസ് രംഗത്ത് പൊതുവിൽ വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെയായിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ. മാനസികമായിട്ട് എപ്പോഴും ഒരു സംഘർഷാവസ്ഥയിൽ കൂടിയായിരിക്കും കടന്നു പോവുക. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ പെട്ടെന്ന് തളർത്തുന്നത് കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അത് മാറ്റുന്ന, അതായത് നമ്മളൊരു നിസ്സാര കാര്യം ഉണ്ടായി അത് പെട്ടെന്ന് നമ്മൾ ഡൗൺ ആവുന്നു. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ക്ഷീണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ അതും ആരോഗ്യമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതെ അല്ലെ രോഗമായിട്ട് കൂട്ടിക്കുഴയ്ക്കാത്തൊരവസ്ഥയിൽ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിന് നമ്മൾ സോൾവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ലൊരു റെമഡി കേട്ടോ. അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലിയിലൊക്കെ കയറാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വിദേശത്ത് പോയിട്ട് അധികം നാളുകളായിട്ടും നാട്ടിൽ വരുവാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണുന്നതിനും ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വർഷം അതിന് അനുകൂലമായ സമയങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. എപ്പോഴും ലൈഫിൽ നമുക്ക് ഒരു ഭാവനാ ലോകത്ത് വിഹരിക്കുന്ന ഈ കൂറിൽപ്പെട്ട അധികം ആളുകളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലവർ 100% സക്സസ് ആകാറുമുണ്ടെന്ന് വേണം നമുക്ക് പറയാറായിട്ട്. ഏകദേശം ഒരു 100 ആളുകളെ എടുത്താൽ ഒരു 10% ആൾക്കാരും അവരുടെ ആ ഭാവനാ ലോകത്തു നിന്ന് ഉരുത്തിരിയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയിച്ച് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ബിസിനസ് പരമായിട്ട് നല്ല പുരോഗതിയുള്ള വർഷമാണ്. ഒന്നിലധികം സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ. പുതിയ വീട്, വാഹനം, ആർഭാടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ സാധിക്കും. ആരോഗ്യപരമായിട്ട് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വളരെ വേണ്ടപ്പെട്ടവരിൽ നിന്നുമായിട്ട് ഒരകൽച്ചയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാനസികമായിട്ടും അല്ലെങ്കിൽ നമുക്കെപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന, നമുക്കെപ്പോഴും ഏതൊരാവശ്യത്തിനും ഓടി വരുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നവരിൽ നിന്നൊക്കെ മാനസികമായ ഒരകൽച്ച നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുള്ള വർഷമാണ്. പിന്നെ നമുക്ക് വീട് അല്ലെങ്കിൽ വാഹനം ഇവയൊക്കെ നേട്ടം തന്നെയാണെങ്കിലും ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാനും സൂക്ഷിക്കണം. അപ്പോൾ ഒരു ഭൂമി വാങ്ങുമ്പോൾ നമ്മൾ വളരെ കൃത്യതയോടെ വളരെ ആലോചിച്ച് വളരെ അന്വേഷിച്ചൊക്കെ വാങ്ങാൻ ശ്രമിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ചതിയൊക്കെ പറ്റാനുള്ള സാധ്യത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ധനനഷ്ടം, വാഹനത്തിനോ അല്ലെങ്കിൽ വീടിനോ അല്ലെങ്കിൽ സ്ഥലത്തിനോ ഒക്കെ പോയി നമ്മൾ പൈസ കൊടുത്തിട്ട് അതിൽ നിന്നൊരു ധനനഷ്ടം ഉണ്ടാവാണ്ടിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു കെയറിങ് നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാവുന്നത് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്വല്പം അലസതാഭാവമൊക്കെ ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ അത് പേരൻസ് മുൻകൈ എടുത്ത് ഇവരെ അലസതയൊന്ന് മാറ്റി ഒന്ന് പഠിക്കാനൊന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഇവർ ഏത് വിജയങ്ങളും നേടിയെടുത്തുകൊണ്ട് വരാൻ തക്ക പ്രാപ്തരാണ് കേട്ടോ. അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ ജോലി ചെയ്യാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിലും അതിന് വേണ്ടുന്ന ഇവർക്കിടെ ആ മനസ്സിൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിയൊന്നും ഇവർക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പെട്ടെന്ന് നിരാശരാവാതെ നമ്മൾ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക.
പിന്നെ ചിലരുണ്ട് ജോലിക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ജോലിക്ക് പോകാതെ കണ്ട് അലസത അല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ച് വീട്ടിലിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മകരക്കൂറിൽ. അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സമൂഹത്തിൽ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മുന്നോട്ട് വരണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം ആവശ്യമാണ്, സമൂഹത്തിൽ നല്ല ജോലി ആവശ്യമാണ്. അപ്പം നമ്മൾക്ക് അറിയുന്ന എന്ത് ജോലിയാണേലും അത് നല്ലത് തന്നെയാണ് അല്ലേ. നമുക്ക് അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് ജോലിയും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജോലി എന്ത് തന്നെയാണേലും അത് ചെയ്യുക, അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുക, പ്രയത്നിക്കുക. ജോലിയുടെ കാര്യത്തിൽ മടി പിടിച്ചൊരിക്കലും നമ്മൾ പുറകോട്ടേക്ക് പോവരുത്. സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ജോലി അത്യന്താപേക്ഷിതമാണ്, ആവശ്യമാണ്. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ഒരു മടിയോ ഒരലസതയോ വിചാരിക്കാതെ കണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. ജോലിയിൽ അപ്പം നമുക്ക് പ്രവേശിക്കാനും അതിനുവേണ്ടി നമുക്ക് ജോലി ഉണ്ട്, കിട്ടും, അന്വേഷിച്ചാൽ കിട്ടും, കിട്ടാതെ വരില്ല. അപ്പം നമ്മൾ ഒരു കാരണവശാലും ജോലിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പ്രവൃത്തി അല്ലെങ്കിൽ ഒരു നിലപാട് നമ്മൾ എടുക്കരുത് കേട്ടോ. ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക, ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ടിറങ്ങുക. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, സൗന്ദര്യവർദ്ധക മേഖലയിലൊക്കെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യന്, ബ്യൂട്ടി പാർലറിൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പഠിച്ചിട്ട് നിൽക്കുന്നവർക്കൊക്കെ വൻ തൊഴിലവസരങ്ങൾ നേടിയെടുക്കാനും ധനലാഭം അല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഒക്കെ യോഗമുള്ളൊരു സമയമാണ്. കായിക മേഖലകളിലൊക്കെ ഉള്ളവർക്ക് നല്ല വിജയമുള്ളവരായിരിക്കും. സിനിമാ പ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല രീതിയിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ ഈ വിഷുവിൻ തൊട്ട് ഉള്ള ഒരു സമയമെന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനലാഭങ്ങൾ, ബന്ധങ്ങൾ ഒക്കെ നമ്മളെ തേടി വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് മുഖം തിരിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാതെ എനിക്ക് ഈ വർഷം നല്ല സമയമൊക്കെ ആണല്ലോ, അപ്പം ഞാനൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഒന്ന് അധ്വാനിക്കുക കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള വിജയം നേടാനും നല്ല ഉന്നതിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ആരോപണങ്ങളൊക്കെ ഉണ്ടാവും. ആരോപണങ്ങൾ അല്ലെങ്കിൽ മാനഹാനി പോലെയുള്ള നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ നമുക്ക് പെട്ടെന്ന് വിഷമം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ മാനഹാനി എന്നൊക്കെ പറയാം. ഞാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണ് കേട്ടോ. നമുക്ക് വായും മനസ്സും അറിയാത്ത കാര്യങ്ങൾ ഒരാൾ നമ്മളെക്കുറിച്ച് പറയുമ്പോൾ അപവാദം പറയുക അല്ലെങ്കിൽ മാനഹാനിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ തലയിൽ വരുമ്പോഴൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രയവിക്രയ കാര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സുപോലും അറിയാത്ത കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ആരോപണ വിധേയരാകാൻ സാധ്യതയുണ്ടാവും. അത് ജോലിയിൽ നിൽക്കുന്നവരും ശ്രദ്ധിക്കുക കേട്ടോ. ജോലി സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഏത് കാര്യങ്ങളും വളരെ ചിന്തിച്ച് പ്രവർത്തിച്ച് ആലോചിച്ച് ചെയ്യുന്നവരാണ് മകരക്കൂറുകാരെങ്കിൽ പോലും ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല നല്ല നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നമ്മളെ തേടിയെത്തുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ള പുരോഗതി ഉണ്ടാവും. പക്ഷെ ധനം ദുർവ്യയം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം സൂക്ഷിക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള സഞ്ചാരം കൊണ്ടുള്ള ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ജോലി സംബന്ധമായിട്ടൊക്കെ ഒരുപാട് സഞ്ചാരങ്ങൾ, യാത്രകളൊക്കെ വേണ്ടി വരുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അപ്പോൾ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും ചെയ്യണം. നല്ല വാക് ശോഭയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നല്ല വാക് ചാതുര്യമുള്ളവരായിരിക്കും ഈ കൂറിൽപ്പെട്ടവർ. ആരോടും വളരെ നല്ല സന്തോഷപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കും. ഉള്ളിൽ എത്ര ശത്രുതയുണ്ടെങ്കിൽ പോലും പുറമേ അത് കാണിക്കാതെ നല്ല രീതിയിൽ സംസാരിച്ച് ആ സംസാരത്തിൻ്റേതായ ശൈലി കൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നവർ കൂടിയായിരിക്കും കേട്ടോ ഈ കൂറുകാരൻ. അതുപോലെ തന്നെ സ്ഥാനപ്രാപ്തി, പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ, വിജയങ്ങൾ ഇവയും നമുക്ക് നേടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ശ്രമിച്ചാൽ മതി. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ചെറിയ ശ്രദ്ധ വേണം എന്നതിലുപരി നമുക്ക് വലിയ വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമയം കൂടിയാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുഫലം. അപ്പോൾ വിദേശത്ത് പോകാനും വിദേശത്തുള്ളവർക്ക് തിരിച്ച് നാട്ടിൽ വരാനും ഒക്കെ പറ്റുന്ന സമയമാണെന്ന് നമ്മൾ പറഞ്ഞു. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൊതുവിൽ ധനം ദുർവ്യയം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പ്രേമബന്ധങ്ങളൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ് കേട്ടോ. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് നമ്മൾ ഒന്ന് നോക്കുക. അതുപോലെ ധനപുഷ്ടി, വസ്ത്രലാഭം, ദ്രവ്യ ലാഭം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ.
അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.